ബാക്ക് ടു അവർ ചാനൽ ദ ഡ്യൂ ഡയറീസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മമ്മയുടെ അവിടേക്ക് പോവാണ്. ഞാനും ഇവളും കൂടി മാത്രം ചുമ്മാ ഒരു ദിവസം ഈവനിങ് പോയി ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ തിരിച്ചു വരാൻ. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ ഞങ്ങൾക്കൊരു വഴിപാടുണ്ട്. അപ്പോൾ അതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ലേറ്റായി തുടങ്ങി. ഞങ്ങൾക്ക് ലേറ്റായി ചങ്ങരംകുളം എത്തണം. മൂക്കോല എന്ന് പറഞ്ഞൊരു പ്ലേസാണ് അമ്മമ്മയുടെ വീട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 2.5 hours ട്രാവൽ ഉണ്ട്. ഇപ്പോൾ സമയം 6 മണി ആവാറായി തുടങ്ങി. 5:30 വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറെ റെഡിയായി ഇനി ചായ കുടിക്കുക ഇറങ്ങുക, അത്ര തന്നെ ഉള്ളൂ. പാക്കിംഗ് ഒക്കെ ഒരു ഇത് റെഡിയായിട്ട് പോട്ടെ. ബൈ ഗൈസ്. മറ്റതോ അതും വരുന്നുണ്ടോ? മറ്റേത് പക്ഷേ ഇതിലില്ല. Come on guys, നമുക്ക് പോവാം. അതെ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോ കയറിയിട്ട് ഷട്ടനിലാണ് നമുക്ക് ബസ് ഉള്ളത്. കോഴിക്കോട് പോയിട്ട് ബസ്സാണ് നമുക്ക്. ഓട്ടോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിലേക്ക്. ഭയങ്കര ബ്ലോക്കായിരുന്നു. സോറി, ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്കും ഭയങ്കര തിരക്കാണ് കേട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഓട്ടോ പോയി ഷട്ടനിൽ പിന്നെ അവിടെ ബസ് കയറിയിട്ടാണ് പിന്നെ നമ്മൾ ബസ് കഴിക്കാൻ വേണ്ടിയിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് എന്താ പറയുക ബബ്ലിയാണ് വാങ്ങിച്ചത്. ഈ ഒരു ചെറിയ ബബ്ലിക്ക് തന്നെ 100 രൂപ ഉണ്ട്. ഞങ്ങളൊരു 65 ആണെന്നൊക്കെ വെച്ചിട്ട് എടുത്ത്. പിന്നെ ബില്ല് ചെയ്തപ്പോഴറിഞ്ഞാൽ 100 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിലിരുന്ന് ഞങ്ങൾ മിഠായിയൊക്കെ കഴിച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബസ്സിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് അത്യാവശ്യം വൈബ് അടിച്ചിട്ട് തന്നെ പോയി. ഓൾറെഡി ലേറ്റായി, ഇരുട്ടായി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ സമയത്ത് എത്തിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തോ ഒരു പരിപാടി വിചാരിച്ചാണ്. പിന്നെ അതിലൊക്കെ കയറി പോയി നോക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഫുൾ. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. എത്ര 30 രൂപയായിട്ടാണ് ടിക്കറ്റ് ഉള്ളിലേക്ക് എൻട്രി വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ മൃഗങ്ങളുടെ കുറേ പക്ഷികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറയുന്നുണ്ട്. പലതരം കിളികൾ കുറേ, പിന്നെ ഈ കോഴി, എലി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിനും കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ ഈ പലതരം പിന്നെ എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ഓന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഓന്തിൻ്റെ പോലത്തെ സാധനം. അതല്ലാണ്ട് താറാവ്, നല്ല ക്യൂട്ടായിട്ടുള്ള കിളികളുണ്ട്. പിന്നെ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുക. ഞങ്ങളുടെ തലയിലൊക്കെ അത് കൂടി ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് കുറേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ വേറെ സാധനങ്ങളൊക്കെ വരും കേട്ടോ. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് നടന്നു വന്നപ്പോൾ അവിടെ ഒരു ചെറിയ മലമ്പാമ്പാണ് തോന്നുന്നു. മലമ്പാമ്പിനെ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അഞ്ചോടെ സ്റ്റക്കായി. പിന്നെ പിന്നെ അവിടെ നിന്നുകൊണ്ട് വരുന്നില്ല. ആളിങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനെ അത് നീട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കിടന്നോണ്ട് ഇപ്പോൾ വീണ്ടും ആൾ അതും കൊണ്ട് വന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് അവളവിടെ പേടിച്ചിരിക്കുക. അപ്പോൾ ആളാണെങ്കിൽ മാറ്റുന്നുമില്ല. അവളവിടെ നിൽക്കുക. അത് ചേട്ടാണ് മാറ്റാനേ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഓടിയിട്ടൊക്കെ പോകണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നത് പിന്നെ ഫുള്ള് റൈഡ്സാണ്. അവിടെ കുറേ തരം റൈഡുകളുണ്ട്. പക്ഷെ ഓരോന്നിനും ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം ഈ സാധനത്തിലാണ് കേട്ടോ കയറിയത്. നല്ല രസമായിരുന്നു. ഇത് തന്നെ അധികം പേടി എനിക്ക് പിന്നെ ഓൾറെഡി അങ്ങനെ പേടിയില്ലാത്തതാണ്. പക്ഷെ അഞ്ചിനൊക്കെ കുറച്ചൊക്കെ പേടിയുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഞങ്ങൾ ആദ്യം ഇതിലാണ് പോയത് കേട്ടോ.
ഫസ്റ്റ് റൈഡ് വഞ്ചി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ടഡ്. ഇത് പിടിക്കാൻ നല്ല താഴെയാണല്ലോ. ചത്തു പോകുന്നു. പറന്നു പോകും. ഏറ്റവും പകരിന്നാലും ഇവിടേക്കിരുന്ന് എന്തായാലും മറക്കും. അവിടെ പിടിക്കാനേ ഇല്ലേ. അവിടുന്ന് പിടിക്കാൻ തന്നെ. കൊള്ളാം ഗൈസ്. ബാക്കിൽ പോകുന്നുണ്ട്. പിടിക്കാനൊക്കെ താഴെയാണ്, ഭയങ്കര താഴെയാണ് അല്ലേ, മുട്ടിൻ്റെ താഴെയാണ് പിടിക്കാൻ. പേടിയാവുണ്ടോ? ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ എത്തി. അത്യാവശ്യം ലേറ്റായി. ഞങ്ങളൊരു 9 മണി ആവാറാകുമ്പോഴാണ് എത്തിയത്. പിന്നെ അതിന് ഇപ്പോൾ ഇവിടെ സർപ്രൈസായിട്ട് മാമിൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. അപ്പോൾ മാമിയൊക്കെ എന്നിട്ട് ഞങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോർണിംഗിൻ്റെ അമ്പലം പോകാൻ വേണ്ടിയിട്ട് ഒരു 6:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇങ്ങനെ ഉമ്മറത്തൊക്കെ വന്നിരിക്കുകയാണ്. 5 കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് കുറച്ചുണ്ട്, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അമ്പലത്തേക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ മൊത്തം ഫുൾ കവുങ്ങുന്തോട്ടാണ് കേട്ടോ. ഫുള്ള് കവുങ്ങുന്തോട്ടാണ് ഇവിടുത്തെ പ്ലേസ്. ചുറ്റും വീടിൻ്റെ ചുറ്റും കവുങ്ങുന്തോട്ടാണ്. നല്ല തണവാണ്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ 2 വീടപ്പുറം പാടാണ് ഈ വഴി. സോ ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് കുളിക്കാൻ നല്ല മടിയാണ്. നല്ല തണവായിരിക്കും, എസ്പെഷ്യലി രാവിലെ എണീറ്റ് കുളിക്കും. നല്ല തണവുണ്ട്. ഒന്നാമത്തെ ഇപ്പം ഇത്തിരി തണവുള്ള ടൈമാണല്ലോ. മോർണിംഗ് ഒക്കെ നല്ല തണവുണ്ടാവും. അങ്ങനെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ. അവളുടെ കുളി കഴിഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കാൻ, അഞ്ചുൻ്റെ കുളി. അപ്പം ഞാൻ കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിൽ പോകണം. അപ്പം ഞങ്ങൾ ബാക്കി വിശേഷം പതിയെ കാണാം. സ്കൂളിൽ കഴിഞ്ഞു ചേച്ചി അവിടെ റെഡി ആവാണ്. കറണ്ട് ഓൾമോസ്റ്റ് റെഡി ആയി. പിന്നെ മുടി ഒന്ന് ഉണങ്ങണം. അല്ലല്ല, ലിക്വിഡാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാ? അല്ല, ലിക്വിഡ് സിന്ദൂര. ഇതാ ശരിക്കും നല്ല കളർ. നേരെ 7:30 മണി. കഴിഞ്ഞിട്ട് എപ്പോഴാ വരികയെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളൊരു 7:30 കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 7:45 ആയി. പിന്നെ നിരപ്പ് വേണത്തേയും കുപ്പികളൊക്കെ ഇട്ടേണ്ട കേസ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് നടന്നിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് അമ്പലത്തേക്ക്. എനിക്ക് ഈ മഞ്ഞപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു വീട്ടിൽ കണ്ടപ്പോൾ അതും പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ അതും പൊട്ടിച്ചെടുത്തു. എന്നിട്ട് നടന്നു പോയേ. ആ വീട്ടുകാരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മെയിൻ രീതിയിൽ അവർ പോവല്ലേ, കുഴപ്പമില്ല. പിന്നെ നേരെ ഞങ്ങൾ കണ്ണൻകാവ് അമ്പലത്തിലോട്ടാണ് പോയത്. അവിടെ ജസ്റ്റ് പോയിട്ട് വഴിപാടൊക്കെ കൊടുത്ത് അവിടെ പോയി തൊഴുതു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പിന്നെ മേലേക്കാവ് അമ്പലം. അവിടെയാണ് നമുക്ക് വഴിപാട് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു 84 ചുറ്റിടുന്നൊരു പരിപാടിയാണ്.
അപ്പോൾ അവിടെ പോയി. അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഈ അമ്പലം. ചുറ്റും നിറയെ മരങ്ങളൊക്കെ ആയിട്ട്, അതായത് നമ്മൾ ശരിക്കും നിറയെ മരങ്ങളാണ്, ഫുള്ള് മരങ്ങളാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വേറെ താഴത്തേക്കൊരു കിഴക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തേക്കൊരു വഴിയുണ്ട്. അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു വഴിയാണ്, അങ്ങനെ ഒരു വഴി വരെ അങ്ങനെ പോകണം. നല്ല രസമാണ്. ഞങ്ങൾ ആദ്യം വഴിപാടൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ ചുറ്റിടാൻ തുടങ്ങി. മാമിയും ഞാനും അഞ്ചും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ചെയ്ത കേട്ടോ. അഞ്ചു പിന്നെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. അപ്പോൾ അവള് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പായി. ഞാനും മാമും കുറച്ച് സ്ലോ ആയിരുന്നു. കാലൊക്കെ ഇങ്ങനെ വേവിച്ച് പതുക്കെ നടന്ന് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ വയ്യാണ്ടായി നമുക്ക്. പിന്നെ തീർത്തൊക്കെ വാങ്ങിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് വന്നിട്ട് അവിടെ കാലൊക്കെ ഇങ്ങനെ നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ആ കീഴേക്കാവ് അമ്പലത്തേക്ക് അവിടെയും തൊഴാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും പോയി. അങ്ങനെ പോയി. അതും ആ പോണ വഴിയൊക്കെ നല്ല രസമാണ്. ശരിക്കും ഒരു പഴയ അമ്പലം എന്ന് വെച്ചാൽ കുറേ കൊല്ലങ്ങൾക്ക് മുന്നുള്ള അമ്പലമാണിത്. അപ്പോൾ അവരെ അങ്ങനെ റിനോവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്പലത്തിൽ പക്ഷെ ആ ഒരു പഴമ അതേപോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പ്രത്യേക ആംബിയൻസാണ്. നല്ല രസമാണ്. കുറേ മരങ്ങളും ഒക്കെ കൂടി ആകുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അവിടെ നിന്ന് തന്നെ അവിടെ കുളമുണ്ട്. ആ അമ്പലത്തിൽ കുളമുണ്ട്. കുറച്ച് നേരം നടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുളം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുളത്തിലും പോവാം. ഞാനിതുവരെ കുളത്തേക്കൊന്നും പോയിട്ടില്ല. ഈ അമ്പലത്തേക്കാണ് 1-2 വട്ടം വന്നിട്ടുള്ളൂ. അങ്ങനെ കുളത്തിൽ പോവാണ്. ഞാൻ വന്നിട്ടില്ല. ഞാൻ ഈ അമ്പലത്തേക്ക് തന്നെ ആകെ 2-3 വട്ടമൊക്കെ വന്നിട്ടുണ്ടാവും. അതിലിങ്ങനെ അവർ പോണ വഴികളെ പോലെ. വഴുക്കലുണ്ടല്ലേ? അതിന് ഈ മണ്ണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കുളത്തിൻ്റെ അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ സമയമായി ഒന്ന് തിരിച്ച് പോവാം എന്നുള്ളതിൽ എഴുന്നേറ്റു. പോകുമ്പോൾ അവിടെ ഒരു മരമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു മരം. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ചില്ലയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വീണ്ടും തിരിച്ചു പോന്നു. ഇരുന്നില്ല. പായസം എവിടെ ചോദിച്ചിട്ട് അവര് പായസം നീ നേരത്തെ പറഞ്ഞത് കേട്ടിണ്ടാവും അവര്. അപ്പൊ ഒരു കവർ നിറയെ പായസം കൊടുത്തു അവർക്ക്. ലാസ്റ്റ് പോണ ആൾക്കാർക്ക് അതായത് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു. ഒരു ബോണ്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കണ്ണേക്കാവ് അമ്പലത്തിൻ്റെ അത് കൂടി തന്നെയാണ് കേട്ടോ നടന്ന് വരിക. നമ്മൾ ആ വഴി അങ്ങനെയാണ് വീട്ടിലേക്ക് നടക്കുക. അപ്പോൾ ഇവിടുത്തെ പൂരമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കഴിഞ്ഞ മന്തായിരുന്നു പൂരം ഉണ്ടായിരുന്നത്. അവിടെ കരിങ്കാളിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അവിടെ ഒരു വഴിപാടായിരുന്നു 84 ചുറ്റിടണ ഒരു ഇത്. നമ്മളെന്തെങ്കിലും മനസ്സിൽ വല്ല വിചാരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്ന് പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ്. ഞാൻ മുന്നേ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാലുവേദന. രണ്ടാളും അമ്പലത്തിൽ നിന്ന് വന്ന് മാമി ഉണ്ടായിരുന്നു കൂടെ. മാമ ഉണ്ടായിരുന്നു. മാമ അത് കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇത് ഇന്നലെ ചിക്കൻ കറി മാമ വെച്ചിട്ടുണ്ട്. ബീഫും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചൂടാക്കി സെറ്റാക്കുന്നുണ്ട്. പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിക്കണം. കാലിൻ്റെ അടിഭാഗത്തൊക്കെ കൊളത്തി പിടിച്ചോണ്ടായി. നമ്മൾ ചോദിച്ചാൽ 84 റൗണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. അമ്പലം കാണുമ്പോൾ ആദ്യം അപ്പം 84 ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ അതിൻ്റെ ചുറ്റും അത്യാവശ്യമുണ്ടല്ലേ. മേ ബി ഒരു ചുറ്റും ഒരു 100 മീറ്ററൊക്കെ ഉണ്ടാവും. അപ്പോൾ 84 ചുറ്റും എന്നൊക്കെ പറഞ്ഞ ഒരു 8.4 കിലോമീറ്ററൊക്കെ ആയല്ലോ. അത് നമ്മൾ നിർത്താണ്ട് ഇങ്ങനെ അടുപ്പിച്ച് അത് ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ട സ്ഥലം പോലെ സ്ഥലത്തോടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒക്കെ ഇവിടെ ഒരു ആൾക്കാർ വന്നു. അത് ഞങ്ങൾ കട്ട് ചെയ്തേ. അപ്പം ഞങ്ങൾ ഇന്നിനിപ്പോൾ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിൽക്കുമായിരിക്കും. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കും. എന്നിട്ട് വേണം പോവാൻ. ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കണേ. വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കണേ. ഇപ്പം എന്തായാലും പോകാനുള്ള ഒരു ആവതില്ല. ഇവിടെ റെസ്റ്റ് എടുക്കണം. അങ്ങനെ 1 മണിക്കൂർ യാത്ര. 1 മണിക്കൂറല്ല, ഒരു 2 മണിക്കൂർ ഉണ്ട്. 2 മണിക്കൂറുണ്ടോ? ഇവിടെ നിന്ന് ഇത് മൂക്കോല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇനി ചങ്ങരംകുളത്തേക്ക് പോകണം. അവിടെ നിന്ന് തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂരിൽ നിന്ന് തിരൂരാണ് ഞങ്ങളുടെ വീട്. പിന്നെ അവിടെ നിന്ന് തിരൂർക്ക് പോകണം.
എന്നാ 2 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും, അത്യാവശ്യം ഉണ്ട്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. മാമ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തെങ്കിലും ബാമ കൊടുക്കുന്നുണ്ട്, പണ്ടൊക്കെ വേണം എടുക്കുന്നുണ്ട്. ബൈ മമ്മൂ അമ്മൂ. ഞാൻ ഇന്ന ഫോട്ടോ അമ്മമ്മക്ക് ഫോട്ടോ മനിയാണ്, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയതിൻ്റെ എനിക്ക് പുറത്ത് പോകാണ്ടായിരുന്നു, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്ത് പോയി. 5 വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കാലൊക്കെ നല്ല വേനുണ്ട്. അത് കഴിഞ്ഞ് എത്തി 2 പേരും ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് കുളിച്ചു. ചൂടുവെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ടാണ് 2 പേരും കുളിയൊക്കെ കഴിഞ്ഞത്. എന്നിട്ടിപ്പോൾ ബാമൊക്കെ പുരട്ടി, കാലൊക്കെ ബാമൊക്കെ പുരട്ടി. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അങ്ങനെ നടന്നൊന്നും ശീലമില്ലാത്തോണ്ടോ തോന്നുന്നു ഇത്ര ശീലമില്ലാഞ്ഞിട്ട് മാത്രമൊന്നല്ല, കോൺക്രീറ്റ് കൂടെ നല്ല സ്പീഡിൽ നടന്നിട്ട്. കോൺക്രീറ്റ് അല്ല കേട്ടോ, അത് കല്ലാണ്. എന്നാ കല്ലാണ് കല്ല് കൂടെ എന്റെ പൊന്നെ, ഞാനാണ് കുറച്ച് സ്പീഡ് നടന്നിട്ട്. ഇവള് ഓടുമായിരുന്നു ഞങ്ങളെക്കാളും 2 റൗണ്ട് മുന്നേ ഇവളെ കഴിഞ്ഞു. ഇവള് ഭയങ്കര സ്പീഡിലാണ്. ഞങ്ങൾ കാണാനില്ല, മാമി ഞാനും നോക്കുമ്പോ ഇവളെ കാണാനില്ല. ഇവള് പോയി. ഞാനും ഓരോ നോക്കുമ്പോ ഇവരെ കാണല്ലോ, ഇവരെവിടെ നിർത്തി പോയായിരുന്നു. അഞ്ചുനും കാണാൻ ഇവിടെ നിർത്തി അവിടെ മാറി നിക്കുന്നുണ്ട്. ഞാനും വിചാരിച്ചു അങ്ങനെ. എന്നിട്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ അഞ്ച്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാല് നല്ല കടച്ചില്ല, ഈ തൊഴിലോടൊന്നും ഇങ്ങോട്ട് കാല് നല്ല കടച്ചില്, കാലിന്റെ അടി അതന്നെയാണ് കാല് പറയുമ്പോ ബാക്ക് പെയിനും പിന്നെ കാലിന്റെ അടിയൊക്കെ നല്ല നല്ല ബുദ്ധിമുട്ടിട്ട് അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. ഒന്നാമത് നേരത്തെ എഴുന്നേറ്റു. നല്ല ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിയത്. ഇന്നലെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ലേറ്റായി. എനിക്കാണെങ്കിൽ രാത്രി നല്ല വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രശ്നവും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേറ്റു, ട്രാവൽ ചെയ്തു കുറച്ചധികം. ബസ്സിൽ കുറേ പോയി അല്ലേ, അങ്ങനെ അതൊക്കെ പോയി കഴിഞ്ഞ് വന്നു. ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര ഉള്ളൂ. ജസ്റ്റ് വേറെ ഒന്നുമില്ല, ഞങ്ങൾ നമ്മളോടൊക്കെ പോയി എന്നൊരു വിശേഷമാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.